ഓസ്ട്രേലിയയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ 3 കാര്യങ്ങളുണ്ടല്ലോ നിങ്ങൾ നോക്കി വെച്ചോ. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് ലൈസൻസ് ആണ് കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇത്ര ഇമ്പോർട്ടന്റ് ആണ് ലൈസൻസ് എന്നുള്ളത്. നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് PR കിട്ടി 3 months വരെ നമുക്ക് ഈ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ. വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡ്രൈവേഴ്സ് ലൈസൻസും നമുക്കൊപ്പം ഒരു കാറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂട്ടിങ് ഭയങ്കര ഈസി ആവും കേട്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി, ജോലി, ഗ്രോസറി ഷോപ്പിംഗ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി ടൈം നമുക്ക് എടുക്കും. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ ഈസി ആക്കാനായിട്ട് ഡ്രൈവേഴ്സ് ലൈസൻസ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് പൈസ കൊണ്ടുവരുന്നുണ്ടാവുമല്ലോ, അതിലും ഒരു ലിറ്റിൽ ബിറ്റ് എക്സ്ട്രാ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. നമുക്കിവിടെ റെന്റ്, ബോണ്ട്, ഫർണിച്ചർ അല്ലാതുള്ള എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു പൈസ ഉണ്ടെങ്കിൽ അധികം വലിയ കുഴപ്പമില്ലാതെ ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് നന്നായിട്ട് പോകാൻ പറ്റും. അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് IELTS അഥവാ PT ആണ് കേട്ടോ. നമ്മൾ എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ എഴുതും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാൻഡറ്ററി റിക്വയർമെന്റ് ആണ് ഇങ്ങോട്ട് വരാനായിട്ട്. അതിലുപരി നമുക്കൊരു എന്താ പറയുക ഡെയിലി ലൈഫ്, റിയൽ ലൈഫ് കോൺവെർസേഷന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ജോലി, ഇന്റർവ്യൂ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ.